ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഈ ലുക്കിലേക്ക് ആവൂലേ? ഞാനൊന്ന് പുറത്ത് പോയി വന്നിട്ട് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. വർക്കിനെ പോയി വന്ന 8:45 പോയി വന്നപ്പോ നേരം വൈകി. അത്ര നേരം വൈകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 11 മണിയായി. അപ്പൊ രാവിലെ ചായക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ദോശമാവ് ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് ചമ്മന്തി അരച്ചിട്ട് ദോശ ചൂടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇനിയിപ്പൊ 11 മണിയായപ്പോ വിചാരിച്ചു ഇനിയിപ്പൊ ദോശയൊന്നും ചൂടണ്ട. ചെമ്മീൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ചെറുതുമല്ല നല്ല വലുതുമല്ല, ഇടത്തരം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ചെമ്മീൻ. അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ ഇന്ന് ഐസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാല്ലോ. ദേവാണ് ക്യാമറാമാൻ. ഐസ് ബിരിയാണി ദേവുവിന്റെ സ്പെഷ്യൽ ഐസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ വേഗം ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കിയിട്ട് ഐസ് ബിരിയാണി ഉണ്ടാക്കട്ടെ. ഒരടപ്പത്ത് ചെമ്മീൻ വറക്കും ചെയ്യാം, ഒരടപ്പത്ത് മസാലയ്ക്ക് നമുക്ക് സബോള വഴറ്റും ചെയ്യാം. രണ്ടും ചെമ്മീൻ വറുത്ത് കഴിഞ്ഞിട്ട് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വഴുകും. അപ്പോൾ എല്ലാവർക്കും വിശക്കും. അപ്പൊ ഞങ്ങള് വേഗം രണ്ടടപ്പത്തും രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവാം. സബോള കട്ട് ചെയ്തു. അതിലെ വെളിച്ചെണ്ണ ചൂടായി കഴിക്കേണ്ടത്. രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഐസ് ബിരിയാണി എന്ന് പറഞ്ഞത് ഞങ്ങള് കുറച്ച് ഇന്നലത്തെ ബാക്കി ചോറ് ഇതിലേക്ക് അതിന് തൈര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മള് തൈര് ചോറ് കഴിക്കില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ക്ലൈമറ്റിന് എന്താ ചൂടിനൊപ്പം നല്ല കാറ്റും നല്ല ചൂടും. അപ്പോൾ തൈര് ചോറൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, നമ്മുടെ ശരീരത്തിന് നല്ല തണവാവും ചെയ്യും. ഇല്ല ദേവാ? ദേവനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കണം, ഇടിക്കണം. നമ്മുടെ സബോള വാടി ഒടുങ്ങിട്ടാ കൂടിയാണ്. ഇനി നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി വെച്ചിട്ടുണ്ടായോ? നൈസായിട്ട് ഞാൻ കുറച്ച് മിഠായി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും കണ്ടില്ലേ? ഇന്നലെ പറഞ്ഞിട്ടായി. ഇന്നലെ കണ്ടില്ലേ തോന്നുന്നു? എന്നാ കണ്ടത്? ഇന്ന് രാവിലെ നീച്ച് പല്ലേച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ മിഠായിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നീച്ച് പല്ലേച്ച് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റ് നോക്കണം കുട്ടി. അതെല്ലാരും അങ്ങനെ തന്നെയാലേ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയില്ലെങ്കിൽ ദേവട്ടി വന്നിട്ട് ഏത് നേരം ഫ്രിഡ്ജ് തുറന്ന് നോക്കൂട്ടാ. എന്തിനാണാവോ അത് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവും. അതിനൊന്നും കണ്ടില്ലെങ്കിൽ ചോദിക്കും അമ്മ എന്തെങ്കിലും മധുരം അമ്മ ചോദിക്കും. മധുരത്തിന്റെ ആളാ ദേവു. അമ്മയ്ക്ക് ആ മാതളൊക്കെ ഒന്ന് തൊലി പൊളിച്ചു തരുമോ? എന്നോട് തന്നെ ആണോ ബാല? അത് പൊളിച്ചു കഴിഞ്ഞാ പകുതി ഉണ്ടാവുള്ള പ്ലേറ്റില്. കുറച്ച് മഞ്ചിരിക്കും. ഓക്കെ ഗായ്സ്, കറണ്ട് പോയി. എത്ര വട്ടം? കൊറേ വട്ടം കറണ്ട് പോയാ? എത്ര വട്ടം? ഇന്നലെ അതെ അന്ത്യോളം കറണ്ട് പോവാ വരിക അങ്ങനെ ആയിട്ടാണ് നിന്നായിരുന്നത്. ഇന്നിപ്പോ അങ്ങനെ തന്നെ പോവാ വരിക. ഞാന് മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ.
ചെമ്മീൻ ഇരുന്നിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ കളറില്ല കേട്ടോ വറുത്ത് വെച്ചത്. ഇതിൽ ഞാനേ മുളകും പൊടി കുറച്ചിട്ടുള്ളൂ, പിന്നെ ഇട്ടുള്ളത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടിയോ കൂടുതൽ ഇട്ടുള്ളത്. അതാണ് ചെമ്മീൻ കളറില്ലാണ്ട് കിടക്കണ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ദേവോ. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെമ്മീൻ ഒരു ട്രിപ്പും കൂടി ഉണ്ട് കേട്ടോ വറുത്ത് കഴിയാൻ. തക്കാളി അടുപ്പിക്കും ചെമ്മീനും ആയിക്കോളും. മാതളാണ് കേട്ടാ. മാതളൊന്നും തൊലിച്ചെത്തണം ഞാൻ ദേവുട്ടിയോട് ചെത്തിരാൻ പറഞ്ഞിട്ട് ദേവുട്ടിയുടെ കയ്യിൽ ചെത്താൻ കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. അവിടെ ഇട്ടിരിക്കണം ബനിയനേ, വെള്ള ബനിയനാ, വെള്ളയും റോസൊക്കെ കൂടിയിട്ടുള്ളതാ. അതില് അവള് കറിയാക്കും. ഇതിന്റെ കറിയാണെങ്കിൽ ഡ്രസ്സിലായ പോവില്ല അല്ലേ. കുറച്ച് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ദേവട്ടി തിന്നണേന്ന് ഞാൻ കുറച്ച് ഒളിപ്പിച്ച് മാറ്റി വെച്ചതാ. ഇതില് കുറച്ച് കളർഫുള്ളായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൈര് ചോറില് പിള്ളേർക്ക് നമ്മള് ഈ മുന്തിരിഞ്ഞ് ഈ മാതളൊക്കെ ഇട്ട് കൊടുത്താൽ ചോറില് കുറച്ച് കളർഫുള്ളായി കാണുമ്പോൾ തിന്നാൻ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ് ഇതൊക്കെ ചെല്ലുമ്പോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഞാൻ. കൊറേ ലാസ്റ്റത്തെ ട്രിപ്പ് ഞാൻ എല്ലാം ഒരുമിച്ചിട്ടു കേട്ടോ. നല്ല ഇടുന്നാവട്ടെ. ഇനി 4 മുന്തിരിങ്ങ നമുക്ക് മുറിച്ചിടാട്ടാ. ഇനി നമ്മുടെ സബോള തക്കാളിയൊക്കെ എല്ലാം വാടി കഴിഞ്ഞിട്ടാ ചെമ്മീൻ ഇട്ട് കൊടുത്തു. ചെമ്മീൻ ഫുള്ള് വറുത്തു. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ എല്ലാം നന്നായി കിടന്നൊന്നാവട്ടെ. ഇതിൻ്റെ ഉള്ളിലേ ഇതാവുമ്പോഴേക്കും നമുക്ക് ചോറ് സെറ്റ് ചെയ്യാം. തൈരൊക്കെ ഒഴിച്ചിട്ട് ചോറ് റെഡിയാക്കാം കേട്ടോ. ബൈ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തലേദിവസം വെള്ളം ഒഴിച്ചിട്ട് ചോറും. മൺചട്ടിയിലൊന്നല്ല, സാധാരണ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കണത് കേട്ടോ. മൺചട്ടിയിലൊന്നും ഒഴിക്കാനുള്ള മൺചട്ടി നമ്മളോടെ ഇല്ല. അപ്പോൾ ഒരാവശ്യത്തിന് വെള്ളം ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഞാൻ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഹോം മെയ്ഡ് തൈരാണ്. അതെ, ഹോം മെയ്ഡ് തൈര്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി എന്തിട്ട് ദേവാ? ഇനി ഫ്രൂട്ട്സ്. അതിന് ഫ്രൂട്ട്സ് അല്ല, അയ്യോ പച്ചമുളക്. കുറച്ച് ചോന്നുള്ളി ഇട്ട. ചോന്നുള്ളി കടിക്കാൻ നല്ല രസമല്ലേ. ചോന്നുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ദേവുട്ടിക്ക് ചോന്നുള്ളി കുറെ വേണം. അതിന്റെ ഒപ്പം ചോന്നുള്ളി കടിക്കാൻ എന്ത് ടേസ്റ്റാ. കറണ്ട് വന്നു ഇപ്പൊ, അല്ല കറണ്ട് പോയി ഇപ്പൊ വന്നു. അതിന് കുറച്ച് ചീനമുളകും കൂടി ഉണ്ട്. അതൊന്ന് നമുക്ക് നടു കീറിയിട്ട് കൊടുക്കാം. ചീനമുളക് കുറച്ചിനേ ഉള്ളൂ, നമ്മളോടെ കഴിഞ്ഞു ചീനമുളക്. കത്തി മാറ്റട്ടെ. കത്തി മൂർച്ചില്ല ദൈവോ.
ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യാട്ടാ. അമ്മ ഫ്രൂട്ട്സ് ഞാനിടുവേ. ഈ ചൂടത്ത് തണുപ്പ് തിന്നെന്ത് സുഖാന്നറിയോ? കൈ കൊണ്ട് തൊടുമ്പോ തന്നെ എന്താ തണുപ്പ് അറിയോ? ചോറ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ ഞാൻ. ഉപ്പ് കുറവാ, കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ചെമ്മീൻ എന്തായാണോ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി മുളകൊക്കെ അടിയെ പോയില്ല, ഒന്നും കാണാനില്ല. ഞങ്ങള് ഫ്രൂട്ട്സ് വെതറിനതൊക്കെ വീഡിയോ എടുത്തിട്ട് അത് റെക്കോർഡ് ആയില്ല കേട്ടോ ഫ്രണ്ട്സ്. ദേവിട്ടി വലിയ ഇതില് ഫ്രൂട്ട്സ് ഒക്കെ വെതറി. കുറച്ചും കൂടി ഇട്ടോ. പക്ഷെ അതൊന്നും ആദ്യത്തെ ടേക്കില് ആയില്ല. അത് ഓഫായി കിടക്കായിരുന്നു. ഇരിക്കണ ആള് ഞാനായിരുന്നു. ഞാനത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഓണാക്കി കൊടുത്തു. പക്ഷെ ഇത് ട്രൈപ്പോഡായ കാരണേ അതിലെന്തോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇതാ തരിച്ചോറിലെ ഫ്രൂട്ട്സൊക്കെ ഇട്ടു കേട്ടാ. എന്തൊക്കെയാ മാതളം മുന്തിരി നമ്മൾ നുറുക്കി വെച്ചിട്ട് ഇട്ടു. അപ്പൊ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോ നല്ല എന്താ പറയാ, നല്ല ഇഷ്ടാവും ചെയ്യും. അവർക്ക് കഴിക്കാൻ തോന്നും ചെയ്യും. നല്ല ഹെൽത്തിയാണ്. ഇതിപ്പോഴേ ഫുള്ള് കളർഫുൾ ആയിട്ട് അത് കാണുമ്പോ ചോറൊന്നും തോന്നില്ല. അതെ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. ദേവിട്ടി ആ മൂടി ഒന്ന് പൊക്കിയേ. ചൂടില്ല, മൂടി ചൂടുണ്ടാവില്ല. തുറന്നോ. അപ്പൊ നോക്കിയാ അടിപൊളി ആയിട്ട് ചെമ്മീൻ റോസ്റ്റിന്റെ കളർ തന്നെ കണ്ട സൂപ്പർ ആയിട്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു കിട്ടാ. ഇപ്പൊ സമയം എത്ര എഴുതിവോ? 12 മണി ഉണ്ടാവുമോ? ഞങ്ങൾ 11 മണിക്ക് തുടങ്ങിയതാണ് കുക്കിംഗ്. സമയം എത്രേ? 12. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ ചെമ്മീൻ റോസ്റ്റും റെഡിയായി, തൈരിച്ചോറും സെറ്റായിട്ടാ. ഇനി ഞങ്ങള് കഴിക്കട്ടെ. അപ്പൊ ഇനി ഞങ്ങള് ഇത് പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാൻ പോവാണ് കേട്ടാ. നമ്മുടെ തൈരിച്ചോറും പിന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിന്റെ നടുവിലേക്ക് കുറച്ച് ചെമ്മീൻ റോസ്റ്റ്. നടുവിൽ തന്നെ വെക്കാം. ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറയാം. വേണ്ട, ഞാൻ കഴിഞ്ഞിട്ട് സ്വസ്ഥ നിന്നോളാം. അതല്ലേ. എങ്ങനെയുണ്ട് ഈ ചൂടത്ത്? ചോറ് മാത്രം കഴിച്ചാൽ മതി. ചോറ് എന്ത് ടേസ്റ്റാന്ന് അറിയോ? അത് മാത്രം മതി. വേറെ നമുക്ക് അതിന് സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല. ആ ചുവന്നുള്ളിയും ആ പച്ചമുളകൊക്കെ തിരുമ്പി കഴിച്ചാൽ തന്നെ അടിപൊളിയാണ്. ഇത് തണവും ചെമ്മീൻ കുറച്ച് ചൂടാണ് കേട്ടോ. പക്ഷെ വേറെ നിവർത്തിയില്ല നമുക്ക്. ചെമ്മീനെ വാങ്ങിച്ചു കൊടുന്ന പിന്നെ അത് വെക്കില്ല. പക്ഷെ ചോറ് അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ. ആ മധുരത്തിന്റെ ഒക്കെ കടിക്കുമ്പോ നല്ല രസം കിട്ടത് കിട്ടിയ ഇടയിൽ ഒരു മധുരം ചെല്ലുമ്പോ ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ദേവട്ടി അച്ഛനൊക്കെ അവിടെ വിശന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം പോയി അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചടപടയെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചടപടയെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചടപടയെന്ന് കമന്റ് ചെയ്യുക. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.